എന്തൊക്കെ തെറിയൊക്കെ പറഞ്ഞ് ജ്യൂസ് കുടിക്കുക. ഞാൻ പറഞ്ഞു ഗൈസ് എനിക്ക് ഫലൂദ വാങ്ങിത്തരാം, എനിക്ക് ഇതാണ് വാങ്ങിത്തരാം. ഫലൂദയല്ല, നീ ലൈമ് മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജ്യൂസാക്കി. നമ്മുടെ പേരാവൂരാളുടെ കേട്ടാ. പേരാവൂർ ഇതായിരുന്നു കടന്റെ പേര്. സാംസങ്. 10ാം ക്ലാസ് മുതൽ ഇവിടെ കയറാം. 10ാം ക്ലാസ് മുതലാ? ഇവിടെ 10ാം ക്ലാസ് മുതൽ ഇവിടെ കയറുന്നേന്നാ. 10ാം ക്ലാസ് മുതൽ കയറുന്നേ. ആക്കേണ്ട ആവശ്യമില്ല, തന്നെ ഫ്രൂട്ട്സ് വാങ്ങാം. കടയിൽ മാത്രമേ തരാറുള്ളൂ. ഞാൻ പ്രൊമോഷൻ ഫ്രീ ആയിട്ട് പ്രൊമോഷൻ കൊടുക്കും. പാപ്പൻ കലിപ്പില്ല. പാപ്പൻ കലിപ്പില്ല. വേണ്ട വേണ്ട. നമ്മളെ പേരാവൂര് ഫെസ്റ്റിന് പോകണ്ടേ? എൻ്റെ അമ്മ 24 മണിക്കൂർ വിഷ്ണു ചേട്ടൻ്റെ കൂടെ ആണെങ്കിൽ എന്നെ വിളിച്ചു കൊടുക്കും. ഒരു വിശ്വാസമില്ല വിഷ്ണു ചേട്ടനെ. വിഷ്ണു ചേട്ടനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എന്നെ പേടിപ്പിക്കാൻ കൊണ്ടുവന്നാണ്. വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ഒരാൾക്ക് വിശ്വസിക്കില്ല. കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല വിഷ്ണു ചേട്ടൻ്റെ കൂട്ടത്തിൽ. എന്നിട്ടാണ് അമ്മ വിളിച്ചുകൊണ്ടിരിക്കുക. അല്ല വിഷ്ണു ചേട്ടൻ അതുകൊണ്ടൊന്നല്ല, മോളെ നല്ല സ്വഭാവമായോണ്ടാണ് സംഭവം. അതാണ് എന്നെ വിളിക്കുമ്പോൾ പറയും ഓനെ മുടിപ്പിക്കരുത്. ഇവര് വിചാരം ഞാൻ എല്ലാം വായിത്തരാൻ പറയാം. വിഷ്ണു ചേട്ടൻ തിന്നുമ്പോൾ ഞാൻ തിന്നുന്നു. ഒന്ന് ചീരക്ക് വെള്ളം ഒഴിക്കുമ്പോൾ, അല്ല വാഴയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോൾ താഴെയുള്ള ചീര നനയില്ല, അതുപോലെ സംഭവം. എന്നെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുക. എൻ്റെ കോല എന്തെന്നല്ല, വണ്ടിയിൽ ഇങ്ങനെ എനിക്ക് കൂളിംഗ് ഗ്ലാസ് കുഴപ്പമില്ലല്ലോ. മിഷൻ ചേട്ടിക്ക് മറ്റേ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഉള്ളതുകൊണ്ട് പൊടിയൊന്നും തട്ടൂല ഗൈസ്. ഞാൻ ബേക്കിലിരുന്നിട്ടുള്ള പൊടികൾ തെച്ചു ഇങ്ങനെ കണ്ണിലടിച്ചിട്ട് കണ്ണ് കണ്ടോ കുട്ടികളായി. നാളെ മുതൽ നീ വണ്ടി ഓടിച്ചു ഹെൽമെറ്റൊക്കെ തന്നാ പറയാം. നിങ്ങളുടെ ഹെൽമെറ്റ് എനിക്ക് വാങ്ങി തന്നാ പറയാം. പിന്നെ കഴിഞ്ഞ വർഷം ന്യൂ ഇയറിന് നമ്മളെ പോലീസ് പിടിച്ചതിനാ. ന്യൂ ഇയർ 1-ാം തീയതി നമ്മൾ വയനാട് വെച്ച് പോലീസ് പിടിച്ചു. അത് ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് അവിടെ വയനാട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കണ്ണൂർ വലിയ പ്രശ്നമില്ല, എന്നാലും രണ്ടുപേരും ഇടണം. അതാണ് സേഫ്റ്റി മുഖ്യം ബിഗിലേ. സേഫ്റ്റി മുഖ്യം ബിഗിലേ. ഫെസ്റ്റിന് പോയിട്ട് അവിടെ എന്തെല്ലാം ഉണ്ടാവുന്ന ആർക്കറിയാം. പക്ഷെ അച്ഛൻ ഇന്നലെ പറഞ്ഞ വിഷ്ണു ചേട്ടൻ അച്ഛനോട് പറഞ്ഞ് പിന്നെ പേരാവൂർ ഫെസ്റ്റ് കണ്ടിന്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഫെസ്റ്റിലൊന്നും ഇല്ല, കാണാൻ മാത്രമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കിന്ന് നോക്കി നോക്കാം എന്തെങ്കിലും ഉണ്ടോ. അച്ഛൻ കണ്ടില്ല, എന്നിട്ടാണ് അച്ഛൻ ഇടക്കുന്നത് കേട്ട് പറഞ്ഞത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരണം. കുറേ നേരം എൻ്റെ കെട്ട മുഖം തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. നല്ല കൂൾ ബാറിലായതുകൊണ്ടാണ് ക്യാമറ മെസ്സേജ് പിടിക്കേണ്ടത്. ഞാൻ ഇന്ന് കയറി എല്ലാ കടയിലും അതിഥി തൊഴിലാളികളുണ്ട്. നമ്മുടെ മലയാളികളുടെ ടേസ്റ്റേ മാറി, ഇപ്പം ബംഗാൾ ടേസ്റ്റായി ഫുഡിനൊക്കെ. ഇന്ന് ഞാനൊരു ഷവർമ്മ കഴിച്ചു. എവിടെ ഹോട്ടലിൽ ചെന്നാലും ബംഗാളികളല്ലേ. അതെ, അവരൊരു നമ്മളങ്ങനെ തെറ്റായിട്ട് പറയുന്നൊന്നുമല്ല, പക്ഷെ ടേസ്റ്റ് മാറി. ഷവർമ്മ പക്ഷെ മലയാള ഭക്ഷണമല്ല, എന്നാലും ഷവർമ്മയൊക്കെ കഴിച്ചാൽ എനിക്ക് ഇഷ്ടമായിട്ടില്ല. ടേസ്റ്റ് ഓഫ് മണിയായിരുന്നു. ഒന്ന് നമ്മൾ രണ്ടുപേരും പെപ്പർ ചില്ലി കഴിച്ചിട്ട് വിഷ്ണു ചേട്ടൻ കരയായിരുന്നു. ആ വീഡിയോ എടുക്കാൻ പറ്റില്ല. സീരിയസ്ലി കണ്ണിന്ന് വെള്ളം വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി. അപ്പോൾ പറഞ്ഞു പെപ്പർ ചില്ലി എനിക്ക് ഭയങ്കര പെപ്പറാണ്, പെപ്പർ വെറുതെ വാരിയിട്ടേക്കുക. അങ്ങനെയൊക്കെയാണ്. അത് ഓക്കെ. നിന്റെ ചെലവ് പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെന്താ എവിടെയല്ലേ? പേരാവൂർ ഫെസ്റ്റിവലിന് നമ്മളെ ഇവിടെ കയറിയിട്ട് പോവാന്ന് വിചാരിച്ചു. അമ്മേനെ കൂട്ടിയാൽ മതിയല്ലോ അല്ലേ? നിങ്ങൾ
അമ്മേനെ കൂട്ടിട്ട് പോയത്. ചേട്ടാ ഫെസ്റ്റ് നടക്കുന്ന ടൗണിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ. പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് എൻട്രി. ടിക്കറ്റ് എവിടെയാ ഒരു എന്തിന് എടുത്തോ? 50 രൂപ കൊടുക്കണം. നിങ്ങൾ കേറിട്ടോ. മുതിർന്നവര് 50 രൂപ. ഒരാൾക്ക് 50 രൂപ. എന്നാ പോലും കാണാൻ. രണ്ടാൾക്ക് 50 ആണോന്ന് ചോദിച്ചു. ഇത് ടിക്കറ്റ് എടുക്കുന്നത് കേട്ടോ. ഒരാൾക്ക് 50 രൂപയാണ്. എന്താ കുട്ടികൾക്ക് 20 രൂപയും 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 20 രൂപ അല്ല. മുതിർന്നവർക്ക് 50 രൂപ. 2023 ഫെബ്രുവരി 3 മുതൽ 13-ാം തീയതി വരെ ഉണ്ട് അല്ലേ? ഞായറാഴ്ച വരെ അല്ലേ? ഇത് സമ്മാന കൂപ്പണാണ്. അല്ല അതെയോ 590 സാധാ നമ്പറാണ്. ടിക്കറ്റ് കിട്ടിയേട്ടാ. എൻട്രി ടിക്കറ്റ് ഇവിടെ കൊടുത്തിട്ട് കയറണമായിരിക്കും അല്ലേ? കാണാൻ എൻട്രി കേട്ടാ. ഇത് കൊടുക്കണ്ടേ? അവരോട് വർത്തത്തിലേക്ക്. ഓക്കെ. എന്താ എൻട്രി കേട്ടാ. അതായത് ഒരു പ്രാവശ്യം കഴിഞ്ഞ വർഷം വാലന്റൈൻസ് ഡേക്ക് ലുലു മോളിന്ന് വിഷ്ണു ചേട്ടിക്ക് ഇതുപോലൊരു റോസാപ്പൂ വാങ്ങിക്കൊടുത്തു ഗിഫ്റ്റ്. എന്നിട്ട് വിഷ്ണു ചേട്ടി അത് നട്ട് ഒരാഴ്ച നല്ല സ്നേഹത്തോടെ വളർത്തി. എന്നിട്ട് ഉണങ്ങിപ്പോയതില്ല, കാക്ക കൊത്തി കുട്ടികൾ ചിള്ളി ഇങ്ങനെ എതിർത്ത് കളഞ്ഞു എന്നൊക്കെയാണ് വിഷ്ണു ചേട്ടൻ പറഞ്ഞത്. പക്ഷെ വിഷ്ണു ചേട്ടൻ എന്റെ ഗിഫ്റ്റിന് വില കൊടുത്തില്ല. അതാണ് സത്യം. ഇവിടുന്ന് ഒന്ന് വാങ്ങി തന്നെ. ഇത് എൻട്രി ഇറങ്ങി വരുന്ന ഭാഗം കേട്ടോ അല്ലേ? ഇറങ്ങി വരുന്ന ഭാഗമാണ്. എന്താ ഇറങ്ങി വരുമ്പോൾ നമുക്ക് കാണാം ഡിസൈനിൽ ഉള്ളൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്. 5 പിന്നെ ഫ്ലവർ കണ്ടാൽ പിന്നെ വിടൂല. ഫ്ലവറിൻ്റെ ഇത് നടാൻ വെച്ചിരിക്കുന്നില്ല, ഷോക്ക് വേണ്ടിയിട്ട് വെച്ചതാ. വെക്കുന്നതാണോ? ആർക്കറിയാം. മഞ്ഞല്ലേ ഇതല്ലേ? നമ്മളെന്താ നമ്മളിതല്ലേ എന്തേനാ അതിന് പറയാ? ചെമ്പരത്തിയാ? ജമന്തിയാ? ജമന്തിന്റെ വേറെ ടൈപ്പല്ല അവിടെ ഉള്ളേ? പറക്കണ്ട. പിന്നെ ഞങ്ങൾ ജിമ്മി ജോർജിന്റെ നാട്ടുകാരാണ്. ജിമ്മി ജോർജിന്റെ എന്തോ ഉണ്ട് അവിടെ നടക്കും. അപ്പൊ അത് കണ്ടപ്പോ ഓർമ്മ വന്നു. ഇവിടെ അടുത്താട്ടോ വീട്, ഈ അടുത്തല്ലേ? പുള്ളിക്കാരന്റെ മകൻ ഒരാളായിട്ട് വരും. നല്ല ഭംഗിയില്ലേ ഒരു ഒരുപാട് ഫ്ലവറൊക്കെ ആയോണ്ട് എവിടെ എന്റെ ഫേവറേറ്റ്, എപ്പോഴും എന്റെ ഫേവറേറ്റ് ബുക്കല്ലേ?
വൈകുന്നേരം ആളെന്നായിരുന്നു അല്ലേ? വൈകുന്നേരം മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് കാണുമ്പോൾ ഞാനൊരു കഥ പറയട്ടെ. പണ്ട് മൈസൂര് സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയി. മൈസൂർ ഇങ്ങനെ വാട്ടർ ഡാൻസ് ഉണ്ടല്ലോ. അപ്പൊ അവിടെ നിർത്തിയ സമയത്ത് എന്റെ പറയുന്നത് കേൾക്കൂല. നിർത്തിയ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ഞാൻ നോക്കുമ്പോൾ വാച്ച് അയച്ചു വെക്കുന്നു വണ്ടിയിൽ. എന്നോട് ഇങ്ങനെ പറയാം വാച്ചൊക്കെ എടുത്ത് മാറ്റി, ഡ്രസ്സൊക്കെ ഇതൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാനിങ്ങനെ എന്താണെന്ന് വെച്ചു. അപ്പോൾ ഞാനും എൻ്റെ കയ്യിലുള്ള വാച്ചൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ വാട്ടർ ഡാൻസിന് പോവാന്ന് വെച്ചപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടോ നമ്മൾ വാട്ടറിൽ ഡാൻസ് കളിക്കാം. കോമഡി അല്ലേ? ആക്ച്വലി വാട്ടർ ഇതായിരുന്നു ഡാൻസ് കളിക്കുന്നത്, വാട്ടർ ആയിരുന്നു ഡാൻസ് കളിക്കുന്നത്, നമ്മളല്ല. നേരെ വഴി കേട്ടാ. ഈ പൈതൃക പാരമ്പര്യ ചരിത്ര പ്രദർശനം, വിനോദത്തിലൂടെ വിജ്ഞാനത്തിലൂടെ. ഇതല്ലേ പൈതൃക. ഇത് ജിമ്മി ജോർജ് നഗറിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. പക്ഷെ അവരിപ്പോഴാണ് പേരിടുന്നത്. ബുക്ക് സ്റ്റാൾ അല്ലേ? ബുക്കിനോട് താല്പര്യം. ആശാമേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നവരാണ്. ആശാമേനോൻ ആരേനു? മറന്നു. ശ്രീകുമാർ. ഞാൻ പറഞ്ഞുതരാം. ഇത് VK ഫുൾ ഫോം എനിക്കറിയില്ല. VK ഹാസ്യം ഷോർട്ട് സ്റ്റോറി ഒക്കെ എഴുതുന്ന ആളാണ്. ഇതുവഴി എത്ര എഴുതിയതാ ഞാൻ. ഇങ്ങനെ എസ്സേക്ക് തള്ളി മറിച്ച സംഭവങ്ങളാണ്. ബുക്ക് വരുമ്പോ നോക്കിയാ പോരെ. തെയ്യപ്രപഞ്ചല്ലേ? ആരാ എഴുതിയതാ? ഡോക്ടർ RC കരിപ്പത്ത്. എനിക്ക് PhD ചെയ്യാൻ പ്ലാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ആർട്സിലാണ് ഞാൻ ചെയ്യാൻ. ഭൂതക്കുപ്പിയാണോ? ഞാൻ ഇങ്ങക്കില്ലേ, ഞാൻ ഇങ്ങക്ക് ഗിഫ്റ്റ് തരണ്ടിട്ടേനു. പക്ഷെ നിങ്ങൾ കണ്ടുപോയി. ഞാനത് എത്രയായി സെർച്ച് ചെയ്യുന്ന അറിയാം. നിങ്ങളതിനെ പുച്ഛിച്ചോണ്ട് ഇതിലൂടെ തന്നെ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം പോലും. ഇതിലൂടെ തന്നെ ഇറങ്ങുന്നതായിരിക്കും അല്ലേ? ഇതൊക്കെ സൗരോർജ്ജം. ആണ്. കുറച്ച് നടക്കാനുണ്ട് ഇതിലൂടെ തന്നെ. ഏത് സംഭവം കേട്ടോ. അതിലൂടെ തന്നെ ഒരുപാട് കടകളുണ്ട്. ഓ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. വെക്കാൻ വെച്ച വണ്ടി. കൂപ്പണ ഇത് നമ്മളെ മാവും തൈകളും അതൊക്കെ വേറെ തന്നെ സെക്ഷനാണ്. വാഴ ഫുള്ള് നമ്മളെ ഇതിൻ്റെ കേട്ടാ. ഓ, ശ്രീകുട്ടിയൊന്നും കണ്ടാൽ പിന്നെ ഇവിടുന്ന് പോരുന്നുണ്ടാവും. ശ്രീകുട്ടി ഞാനോ വന്നിട്ട് കാണിച്ചു തരാം. അയ്യോ, അതാണ് എനിക്ക് ബിൻസിന് ഓർമ്മയായിരുന്നു. ഈ വീഡിയോ ബിൻസി കാണുകയാണെങ്കിൽ ബിൻസി കാണും. കൃഷ്ണടി മറ്റന്നാൾ വാലന്റൈൻസ് ഡേ ആണ്. ഞാൻ ഇത് വാങ്ങി തരട്ടെ? ഇത് വാങ്ങി തരട്ടെ? കാണിക്കൂ കാണിക്കൂ. ഇതാണ് എൻ്റെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. ഇതാണ്
കീ ചെയിൻ വേണം. ഈ പാട്ട് വന്നാലും നിങ്ങൾക്ക് സ്ട്രൈക്ക് ആവില്ല? ലെങ്ത് വീഡിയോ കുഴപ്പമില്ല, നമ്മളെ കുറയ്ക്കും. പറയുന്നതാണോ കുഴപ്പമില്ല. അരി അളക്കാൻ സാധനമില്ല. നല്ല അരി അളക്കാൻ സാധനം. ഈ സാധനത്തിൽ അരി എടുക്കാൻ പറ്റും. ഇതിൽ അരിക്ക് അല്ല, അരിയല്ല, ചോറ് നമ്മൾ ചോറ് വാറ്റാൻ പറ്റും, വാർക്കാൻ പറ്റും. ഇതിൽ എനിക്കൊരാക്കി ഇത്രയല്ലേ വേണ്ടു. ഇതൊക്കെ ചുടാൻ വേണ്ടിയില്ല, പഴംപൊരി അങ്ങനത്തെ ഒക്കെ. ചേട്ടേ നോക്ക്, ഇതിൽ പറ്റുമോ? ഞാൻ ചോറിങ്ങനെ കമത്തി വെച്ചാൽ പോരെ? ഒരാൾക്കാണ് ഗൈസ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പ്രേതം മുടിയിലൊക്കെ ഉള്ളിൽ ഇങ്ങനെ കത്തിക്കുന്നത് അതായിരിക്കും അല്ലേ? മുടിയുടെ ഉള്ളിലല്ല, സോറി, കൊതുകിനെ പൈക്കുന്ന. ഏത്? ഈ മുടീൻ്റെ സംഭവം കേട്ടാ. ഇത് ഞാൻ വാങ്ങിയായിരുന്നു. മുടിയും കൂടി കാണിക്കങ്ങള് വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഞാൻ തേക്കലുണ്ടായിരുന്നു ഈ സാധനം. മുടി കൊഴിച്ച് ഫുള്ള് മുടി കൊഴിച്ചില്ല ചേച്ചിട്ട്. അതാ യൂട്യൂബിലുള്ള ആൾക്കാരല്ലേ അവരെ കണ്ടായിരുന്നു. തേച്ചിട്ട് മുടി ഫുള്ള് കൊഴിഞ്ഞു വന്നു. അവരുടെ അടുത്ത് അടി കിട്ടണ്ടെങ്കിൽ പോരെ. എന്തിനാ അടിക്കുന്നത്? ഓരോ സെക്ഷൻ ആട്ടാ ഇവിടെ. ഞാൻ എത്ര അലഞ്ഞ് തിരിഞ്ഞെന്നറിയത് വാങ്ങാൻ. മൊബൈൽ വെക്കുന്നേ? മൊബൈൽ ഹോൾഡർ വാങ്ങിക്കോ. വരുമ്പോൾ വേണം വെച്ചിട്ട് വീഡിയോ ക്ലാസ് കാണാം. ഓരോ ക്ലാസ് ആണല്ലേ. ഞാൻ ഇപ്പം ബുക്ക് നോക്കിയോ? ബുക്ക് നോക്കിട്ട് അടിക്കാം, വെച്ച് പഠിക്കാലോ. വാങ്ങുന്നുണ്ടോ? പാത്രം നീ വേണമെങ്കിൽ എടുത്തോ കേട്ടാ, നീ വേണമെങ്കിൽ എടുത്തോ. ഡ്രസ്സ്, ഫുൾ ഡ്രസ്സുകൾ. ഷാളിന് 200 രൂപ ഒന്നിനാണോ? ജഗീൻസ് ഇത് നല്ല ചൊറിയോ? ഇത് കുളിക്കാത്തോണ്ടായി. ഫുള്ള് ഡ്രസ് ഏരിയ. ഇത് ഫുള്ള് മരത്തിന്റെ ഏരിയ. വെൽക്കം വെൽക്കം. നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ ഇതിട്ട് സൂപ്പർ. എടുത്തായാലും വഴക്കറിയോ? പണ്ടത്തെ ബുള്ളറ്റ് ഇതാണ് ബുള്ളറ്റിന്. ഇതൊക്കെ അയാൾ ഉണ്ടാക്കിയതാ? ചേട്ടൻ ഉണ്ടാക്കിയതാണോ? കീച്ചെയിൻ ഉണ്ടല്ലേ, മരത്തിനെ കൊണ്ടുണ്ടാക്കിയത്. എന്താ സംഭവം പോലും? പണ്ടത്തെ നമ്മളെ ഇത് സ്ക്വീസർ ആണോ? മീൻസ് ഇങ്ങനെ ചതച്ച് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത്. ഇതെന്നാ സംഭവം? ഇത് നമ്മളെ മറ്റേ പൊട്ടിയ പപ്പടം പോലെ ആക്കുന്ന സാധനം. അതാണത്? ചെറുതായിട്ടുള്ള പൊരിച്ച്. ഓക്കെ പപ്പടമാണ് ഉദ്ദേശിച്ചത്. പച്ചമുളക് പപ്പടം, ഉണക്കമുളക് പപ്പടം, വെളുത്തുള്ളി പപ്പടം, ഉള്ളിപ്പപ്പടം, ജീര പപ്പടം, ഏമതൊക്കെ പപ്പടം, ക്യാരറ്റ് പപ്പടം, ബീറ്റ്റൂട്ട് പപ്പടം, പുതിന പപ്പടം, ഉലുവച്ചീര പപ്പടം, തക്കാളി പപ്പടം, റാഗി പപ്പടം. എല്ലാ പപ്പടങ്ങളും അവരാണ് ഉണ്ടാക്കി തരും നമുക്ക് പപ്പടം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ചെറുപ്പ് അങ്ങനത്തെ കുട്ടികളെ പഠിക്കുന്ന വാങ്ങി 2 ദിവസം ഉണ്ടാവില്ല. 3-ാമത്തെ ദിവസം എല്ലാം വേറെ ആയിരിക്കും.
ഇത് ഫുള്ള് കുട്ടികളുടെ ഏരിയ. എനിക്ക് സ്കെച്ച് പെന്ന് വേണേ. ഇത് രസമല്ല കാണാൻ. ഇതാണ് നമ്മുടെ ഏരിയ വന്നത്. ആ ഇതാണ്. അയ്യോ ഇഷ്ടമല്ല. ബിക്കോസ് നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ സീസണായി നമ്മൾ അണ്ടി വറുക്കുന്നൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അല്ലേ, നമ്മളെ നൊക്ലാജിയ ഫീൽ ചെയ്യുന്നുണ്ട്. ചെറുപ്പക്കാല മിഠായി ഏതെടുത്താലും ഒരു പാക്കറ്റിന് 20 രൂപ. നൊക്ലാജിയ മിഠായി ഞാൻ ചേട്ടായി എനിക്ക് വാങ്ങിത്തരും. ഏതാണെന്നറിയാം ഈ സാധനം ഇത് കടിച്ചാൽ പൊട്ടാത്ത സാധനം. ഇതാകുമ്പോൾ ഞാൻ മാത്രമേ വീട്ടിൽ തിന്നുള്ളൂ, വേറെ ആരും തിന്നൂല. ഇതെനിക്ക് ബിൻസിയാണ് തന്നെ. പണ്ട് ഞാൻ തിന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ബിൻസി ഹോസ്റ്റലിൽ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിത്തരും. ഇത് കാണിച്ചോ നിങ്ങൾ. ഇത് മറ്റേ പൊട്ടാസ് മിഠായി. അതെങ്ങനെ കഴിക്കുമ്പോൾ പൊട്ട്? ആള് തന്നെ ഇറങ്ങി പോടാ പറയാ നിങ്ങളോട്. ഇങ്ങോട്ട് അതൊക്കെ ഓർമ്മ വരുന്നു. എന്റെ ദൈവമേ, ഇവനൊക്കെ ഇത് എവിടുന്ന് കിട്ടി? ദൈവമേ എല്ലാ ഐറ്റങ്ങളും ഉണ്ടല്ലേ. അവൻ ഇങ്ങനെ പ്രതീക്ഷയോടെ ഞങ്ങൾ വാങ്ങുമെന്ന് കരുതുന്നു. പക്ഷെ ഞാൻ വാങ്ങാൻ നമ്മള് ഒരു ഗെയിമാണ്. ഇതെന്തിനാ? ഇതിനെല്ലാം കിട്ടും. ആ മുട്ട എറിഞ്ഞ് വേവിക്കണം. ഒന്നിന് എത്രയാ? ഞാനറിയാം. ഇവിടെ എറിഞ്ഞിട്ട് അങ്ങനെ ആക്കാനായിരിക്കും അല്ലേ? നേരെ എറിയലായിരിക്കൂലല്ലോ, ഇവിടെ ഇങ്ങനെ എറിഞ്ഞിട്ടായിരിക്കൂലേ? അങ്ങനെ ആയിരിക്കും. ഇത് എങ്ങനെ സംഭവം? അതായത് 3 ബോൾ ഉപയോഗിച്ച് 15 ഗ്ലാസും വീഴ്ത്തണം. ഓ 15 ഗ്ലാസും വീഴ്ത്തണം. 30 രൂപ. ഞാൻ കളിക്കട്ടെ. എങ്ങനെ? 30 രൂപയ്ക്ക് ആ ബോളിൽ എറിഞ്ഞ് എല്ലാം വീഴണം. ആ എന്നാ എറിഞ്ഞു നോക്ക്. പൈസ തരുവാ. പൈസ 10 കൊടുക്കണല്ലേ, അല്ലെങ്കിൽ മുങ്ങായിരുന്നു. ആ സമ്മാനായിട്ട് ഇതാ കിട്ടും അല്ലേ? ഇതാ ബമ്മിയുണ്ട്. പക്ഷേ എന്താ ടെഡീസും ഉണ്ട്. ക്രിക്കറ്റ് ബാറ്റ് ഒരു 10 രൂപയും കൂടി വേണമായിരുന്നു. ഇതൊന്ന് പിടിക്കും നിങ്ങൾ മറ്റേ കൈ കൊണ്ട്. എൻ്റെ 100 ഉണ്ടായി. സഞ്ജു അറിയാൻ പോവാണ്. ഫസ്റ്റ് കയറിയ പാടുള്ള ഗെയിം വേണ്ട. 30 രൂപ കളിയോ? ഒന്ന് ഞാനറിയാം. എറിഞ്ഞോ? അത് ശശിയായി. ഇത് ശശിയായി. വെറുതെ ഡ്യൂപ്ലിക്കേറ്റ്. ഞാൻ പറഞ്ഞ ട്രിക്ക്. ആ ബോളി ഭയങ്കര നൈസാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും വെയിറ്റ് ഉള്ളതാണെങ്കിൽ ഒറ്റ ഏറിന് വെക്കും. ഇത് നൈസ്. അത് ഫസ്റ്റ് അറിയാൻ ട്രിക്ക് ഉണ്ട്. ആ നടുക്കത്തെ ക്ലാസ്സില്ലേ, അതായത് ആ നടുക്കത്തെ ക്ലാസ്സില്ലേ, ആ നടുക്കത്തെ ക്ലാസ്സിന് കൊണ്ട ചിലപ്പോ എല്ലാം താഴോട്ടേക്ക് വീഴും. മോളത്തല്ല, ആ നടുക്കത്തെ അല്ലേ, നടുക്കുള്ള ക്ലാസ്സിന് വെറുതെ പൈസ.
വേണ്ട. എന്തായാലും പൈസ കളഞ്ഞില്ലേ. ഇത് അടുത്ത ഗെയിം ഇതിന് അറിഞ്ഞാൽ മതിയായിരുന്നു. നിങ്ങൾ എറിഞ്ഞോ? എന്താ നിങ്ങൾ ഇതെന്ന് വെച്ചാല് ബൂസ്റ്റ് ഒക്കെയാണ് കേട്ടാ. 30 രൂപയ്ക്ക് ഇത്ര 6 അല്ലേ? എന്നാ വാങ്ങിക്കോ. നിങ്ങൾ കളിച്ചോ. ഷെയർ അറിഞ്ഞൂടെ? പൈസ കൊടുക്കണ്ട. 30 രൂപ ആദ്യം കൊടുക്കണം. പക്ഷേ എൻ്റെ പേഴ്സിലൊരു 20 ഉണ്ട്, എൻ്റെ അടുത്തൊരു 10 ഉണ്ട്. ഇത് തുറന്നിട്ട് 10 രൂപ എടുത്തരും. ലാസ്റ്റ് എടുത്താൽ മതിയായിരുന്നു. എൻ്റെ വണ്ടിയിൽ വെച്ചാൽ പോരായിരുന്നു. നമ്മൾ 30 രൂപ കൊടുത്തിട്ട് 6 റിങ് വാങ്ങിയിട്ടുണ്ട്. 3 നീ എടുത്തോ, 3 ഞാൻ എടുക്കാം. ആ അത് സാരമില്ല. വെയിറ്റ് ഒന്നും ഇല്ല, അതിങ്ങനെ പറന്നങ്ങ് പോകും. അതിന്റെ മുകളിൽ നീ എന്താ അല്ല അങ്ങനെ പറയണേ? ഇത് എറിയുന്നവർ എത്ര പേരുണ്ട്? വെയിറ്റ് 5 അറിയാൻ പോകുന്നതാണ്. ആ ശശി പോയി. ഓ സാരമില്ല, ഇങ്ങ് പോര്. അങ്ങനെയൊന്നും വലിയ പറയണ്ട, ഇഷ്ടപ്പെട്ട സാധനം ഒന്നും. പ്രിയമുള്ളവരെ, കളിക്കണം. അവര് ബോറടിച്ചിട്ട് ഇപ്പൊ ഡാൻസ് കാണും. അതല്ല ഗെയിമാണ്, ഗെയിമാണത്. അല്ല ഗെയിം തന്നെയാണ്. അതുപോലെ ഡാൻസ് കളിക്കാനായിരിക്കും. ഗെയിമാണ്. ആ ഇത് കളിച്ചു നോക്കാം. ഇതെങ്ങനെയാണ് സംഭവം? എടാ ഇതൊക്കെ കിട്ടും. ഇതെങ്ങനെയാണ് സംഭവം? അതാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 6 ബോള് 30 രൂപ, 18 മുതൽ 36 വരെ. ആ ഈ നമ്പർ അല്ലേ? നമ്മളിവിടുന്ന് ജസ്റ്റ് ഇടുവാണോ ചെയ്യണ്ടേ? ഇവിടുന്ന് ജസ്റ്റ് ഇടുമ്പോൾ ഏതൊക്കെ നമ്പറുകളിൽ പോകുന്നു ആ നമ്പറുകൾ കൂട്ടിയിട്ട് വരുന്ന പ്രൈസ്. ഇപ്പോൾ 23 ആണെങ്കിൽ ഒരു 18 മുതൽ 36 വരെയുള്ള നമ്പറുകൾക്ക് അല്ലേ? എന്തെങ്കിലും ട്രിക്സ് ഉണ്ടോ? അവർ കളിക്കുന്നുണ്ട്. ലെറ്റ്സ് ലുക്ക്. അതെ ആ ബോളിലായിരിക്കും. എന്നാൽ നമുക്ക് ഇട്ട് നോക്കാം. ഒന്ന് നീ നോക്കണ്ട, ഞാൻ ഇട്ടോളൂ. നീ എല്ലാം കൊളായി കളി. ഞാൻ ഇവിടെ കളിക്കേ, എങ്ങനെയായാലും ഗിഫ്റ്റ് ഉണ്ടല്ലോ. കൂടിപ്പോയി ഇങ്ങനെ നമ്പർ. ഞാനായിട്ട് ഈ ഗെയിം കളിപ്പിക്കുന്നെങ്കിൽ ഞാൻ പെട്ടു. കാരണം എനിക്ക് കൂട്ടാൻ അറിയില്ല. സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ട് രാത്രി. സ്റ്റേജ് പരിപാടി. ഇവിടെ നിന്റെ ഐസ്ക്രീം ഉണ്ടല്ലോ. ഊട്ടി മുളക് ബജി, കോളിഫ്ലവർ വറുത്തത്. ഊട്ടി മുളക് ബജി, കോളിഫ്ലവർ വറുത്തത്, ഐസ്ക്രീം. ആണല്ലേ? ഞാൻ നോക്കട്ടെ. നമ്മള് 3ാമത്തെ ഗെയിം കളിക്കുന്നതാണ്. മൂന്ന് 6 3 3 7 8 9 3 കളിച്ചോ.
ഇതാ 2. അയ്യേ അയ്യേ അയ്യേ. ഇതൊക്കെയാണ് വിഷ്ണു ചേട്ടനെ കാത്തിരിക്കുന്ന ഗിഫ്റ്റുകൾ. ചെക്കനില്ല കേട്ടോ. 1 കഴിഞ്ഞ 1 കൂടിയുണ്ട്. 5-ലെറിയടാ. 6-ലെറി. 6 ഞാനൊരു 6-ലെറിഞ്ഞനെ. 1 2 1-ല് കണക്കൂട്ട് തെറ്റാണ് നോക്കട്ടെ. 4 5 5 6 എത്ര? 5 6 11 11 12 13 14 15 16 17. ഈ പാട്ടിന് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയില്ല. ബ്രോ വൺസ് അഗെയിൻ ഹീസ് റെഡി ടു എന്താ പറയുക പ്ലേ വൺസ് അഗെയിൻ. ഈ വേറെ സ്ഥലം കടിക്കും. വേറെ സ്ഥലത്ത് വേറെ സ്ഥലത്ത് അതൊന്നും കുഴപ്പമില്ല. എന്നാൽ നമുക്ക് ചിലപ്പം വേണ്ട വേറെ സ്ഥലത്ത് പോയിക്കൂടെ? എന്താണ് വിഷ്ണു ചേട്ടൻ? എന്നാലും നമ്മൾ രണ്ടാമത് കളിക്കുമല്ലേ. 2 അടുത്ത 3 ഞാനാണേ. 6-ൽ മാത്രം എറിയട്ടെ. ആയടാ സൂപ്പർ. 5-ലെറിയടാ. 5 3 അടുത്ത ഞാനാണ്. വിഷ്ണു ചേട്ടൻ കളി കയറട്ടോ. ഇത് ചതിയാണേ. താ 3 9 9 6 എത്ര? ഇപ്പൊ 17 ആയതല്ലേ? 19 20. എടാ 1-ൽ പോവല്ലേ? 19 രൂപയ്ക്ക് അത് കളിച്ച തുറക്ക് പിടിക്ക് മുറുക്കി പിടിക്ക്. പ്ലീസ് നമുക്കിത് കിട്ടി. ഇത് എത്ര രൂപക്ക് വാങ്ങി? 10 രൂപയുടെ സാധനം വിഷ്ണു ചേട്ടി 60 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഈ പാട്ട് ആരംഭിക്കുകയാണ്. എല്ലാ മക്കളും വളരെ നന്നായിട്ട് ഒന്ന് പുഞ്ചിരിച്ച് കസേര മത്സരം കളിക്കണം. കൈയടിച്ച് ഒന്ന് പുഞ്ചിരിച്ച് എന്ത് മനോഹരമാണ്. കുട്ടികളുടെ ചിരി മത്സരമാണ് കുട്ടികളെ കൊണ്ട് ചിരിപ്പിക്കുകയാണ്. ഫസ്റ്റ് പ്രൈസ് ഉണ്ടെന്ന് തന്നെ ഉണ്ടായിരിക്കും. അതില് നല്ല രസം ഉണ്ടാവില്ലേ? മത്സരത്തിന്റെ മെഗാ ഫൈനൽ 70 രൂപയാണ് ഫെബ്രുവരി 13 ഈ വേദിയിൽ നടക്കും. ഫെബ്രുവരി 13 നടക്കുന്ന മെഗാ ഫൈനലിൽ വിജയിക്കാൻ സമ്മാനം വിതരണം ചെയ്യുന്നത് രാമേന്ദ്രൻ സാറാണ്. ഈ വേദി ധന്യമാക്കാൻ വ്യത്യസ്ത മത്സരാർത്ഥികൾ കണ്ണൂർ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നും മത്സരാർത്ഥികൾ തയ്യാറായി മത്സരിക്കുന്ന മത്സരമാണ് കരാട്ടെ ഗാന മത്സരം. ഈ പുത്തിരി മത്സരത്തിന് ശേഷം വേദിയിൽ കരാട്ടെ ഗാന മത്സരം. കണ്ണൂർ ജില്ലയിലെ വിവിധ മേഖലയിൽ നിന്നും കരാട്ടെ ഗാന മത്സരത്തിനെത്തിയ മത്സരാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 9 ദിവസങ്ങളായി നടക്കുന്ന മത്സരം 10ാമത്തെ ദിവസം മെഗാ ഫൈനൽ സമ്മാനം വിതരണം ചെയ്യുന്നു. ഈ സാധനം അറിയില്ലേ? ആകാശത്തൊട്ടില് തോണി പോലത്തെ. ഞാനത് എവിടെ നിന്നായിരുന്നു കയറിയത്? മലമ്പുഴ ഡാമിൽ പോയതോ? കാണുന്ന കരാറുണ്ട്. അപ്പൊ അതിനുള്ളിൽ ഇരുന്ന് എന്തായിരിക്കും അവസ്ഥ? അവിടെ മുട്ടുന്ന പോലെ തോന്നുന്നു. അതിന്റെ പണിയാവും. ഇന്നൊക്കെ ഇങ്ങ് പോരും. എന്നിട്ടാ ആൾക്കാരെ വരുമ്പം വർക്ക് അയക്കില്ല. ആളുകളില്ല.
ആരുമില്ല കാര്യം. അമ്മേനെ കുട്ടികളോട് ചോദിക്കാം, സ്ട്രീറ്റ് കുട്ടികളോടൊക്കെ ചോദിക്കാം ഈ മുട്ടായി എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് പറയാം. ഈ കാഡ്ബറീസ് ഒക്കെ തിന്ന് ശീലിച്ച മക്കൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുമോയെന്ന് അറിയില്ല. എന്നാലും നമുക്ക് ചോദിക്കാം. ശ്രീകുട്ടിക്കെല്ലാം തിന്നാണ്. ഇതിലൊന്ന് എനിക്കാണ്. വേറെ നിനക്കെന്തെങ്കിലും വേണം? നിനക്ക് ആ മുട്ട ഇഷ്ടപ്പെട്ട? ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഉറക്കം പോകും. ഇതന്നെ ഫെസ്റ്റിവലിന് പോയി എല്ലാം പുറത്താണുള്ളതല്ലേ. പുറത്തിറങ്ങി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബിലോ. സിൻസിയർ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ്